ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അക്ഷയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ബിസിനസ് എന്താണ്, ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബിസിനസ് റിസ്കുകളും അതൊക്കെയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ബിസിനസിന്റെ ടൈപ്സ് ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പം ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ പ്രോഡക്ട്സും സർവീസസും ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പം ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി 3 മേജർ ടൈപ്സ് ഓഫ് ബിസിനസ്സുകളാണ് ഉള്ളത്. 3 മേജർ ടൈപ്സ്, അതായത് സർവീസ് ബിസിനസ് ഉണ്ട്, മെർച്ചൻഡൈസിംഗ് ബിസിനസ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ബിസിനസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർവീസ് ബിസിനസ്. സർവീസ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സേവനങ്ങൾ. നമ്മൾ സേവനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അതായത് അത് ഇൻടാഞ്ചിബിൾ ആണ് ഈ സർവീസ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഫോമിൽ ഉള്ളതായിരിക്കില്ല. അതായത് ഇപ്പം സർവീസ് ആയിട്ടുള്ള സർവീസ് ഫോംസ് ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്ന എന്താ? പ്രൊഫഷണൽ സ്കിൽസ്, എക്സ്പെർട്ടൈസ്, അഡ്വൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സർവീസ് ഫോംസ് ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്നത്. ഇപ്പം സർവീസ് ബിസിനസിന് എക്സാമ്പിൾ ആയിട്ട് പറയുമ്പം വർക്ക്ഷോപ്സ് ഉണ്ട്, റിപ്പയർ ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ സലൂൺസ് ഒക്കെ ഉണ്ട്. ഇനി മെർച്ചൻഡൈസിംഗ് ബിസിനസ്. മെർച്ചൻഡൈസിംഗ് ബിസിനസ് എന്ന് പറയുമ്പം നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ പ്രോഡക്ട്സ് ഒക്കെ തന്നെ വാങ്ങിക്കും, എന്നിട്ട് റീറ്റെയിൽ പ്രൈസിൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. അതായത് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കുറവായിരിക്കും, റീറ്റെയിൽ പ്രൈസ് കൂടുതലും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ സാധനം വാങ്ങിക്കുന്നത് കുറഞ്ഞ വിലയിൽ ആയിരിക്കും. അപ്പൊ അത് റീറ്റെയിൽ പ്രൈസിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പം അത് കൂടുകയും ചെയ്യും, ക്യാഷ് കൂടും. അപ്പം അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി മാനുഫാക്ചറിംഗ് ബിസിനസ്. മെർച്ചൻഡൈസിംഗ് ബിസിനസ് പോലെ തന്നെയാണ് മാനുഫാക്ചറിംഗ് ബിസിനസ്സും, പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കും, പക്ഷെ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ പുതിയ പ്രോഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. അപ്പൊ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിന് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അതായത് പുതിയ പ്രോഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പം അത് എന്നിട്ട് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് വിൽക്കും. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഹൈബ്രിഡ് ബിസിനസ് ഉണ്ട്. ഹൈബ്രിഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് ബിസിനസ്സുകളൊക്കെ തന്നെ ആ ഒരു കമ്പനീസിൽ ഉൾപ്പെടും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ റെസ്റ്റോറന്റിനെ പറയാണ്. ആ റെസ്റ്റോറന്റിൽ നമ്മളിപ്പോ ഒരു മീൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ കമ്പൈൻ ചെയ്യും. അതിന് എന്തെന്ന് പറയും? മാനുഫാക്ചറിങ് എന്ന് പറയും. നമ്മളിപ്പോ ഒരു ഫൈൻ കോൾഡ് വൈൻ ബോട്ടിലൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ മാനുഫാക്ചറിങ് എന്ന് പറയും. പിന്നെ നമ്മൾ ആ ഒരു വൈൻ ബോട്ടിൽ കസ്റ്റമറുടെ ഓർഡർ പ്രകാരം ഫില്ല് ചെയ്യുമ്പം അതിനെ സർവീസ് എന്നും പറയും. ഇതാണ് ഹൈബ്രിഡ് ബിസിനസ്. അപ്പൊ 3 മേജർ ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് പറഞ്ഞു തന്നത്. സർവീസ് ബിസിനസ്, മെർച്ചൻഡൈസിംഗ് ബിസിനസ് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹൈബ്രിഡ് ബിസിനസ് എന്താണെന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബിസിനസിന്റെ ടൈപ്സ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.